ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞതിനാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി. ആരോഗ്യസ്ഥിതി കഴിഞ്ഞ ദിവസത്തേക്കാൾ സങ്കീർണമാണ്. അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഇന്നലെയാണ് അദ്ദേഹത്തിന് രക്തമാറ്റൽ ചികിത്സ നടത്തിയത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് 9 ദിവസമായി അദ്ദേഹം ആശുപത്രിയിലാണ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ജെമേലി ആശുപത്രിയിൽ നിന്നുള്ള വൃത്തങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. ഇന്നലെയാണ് ഏറെ സങ്കീർണമായത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി. നമുക്കറിയാവുന്നതാണ്, ഫെബ്രുവരി 14 കടുത്ത ന്യൂമോണിയയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ചില സമയങ്ങളിൽ മരുന്നുകളോട് കൃത്യമായി പ്രതികരിച്ചുവെങ്കിലും ഇന്നലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പൂർണ്ണമായും കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. തീരെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താഴോട്ട് പോയ ഒരു സാഹചര്യം, അതായത് രക്താണുക്കളുടെ സാന്നിധ്യം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശരീരത്തിൽ. ഇതേ തുടർന്നാണ് അടിയന്തരമായി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് അദ്ദേഹത്തിനെ വിധേയനാക്കിയത്. എങ്കിലും കാര്യമായ പുരോഗതി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിലില്ല. ക്രിട്ടിക്കലായ അല്ലെങ്കിൽ ഒരു സങ്കീർണാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്ന വിവരങ്ങളാണ് ആശുപത്രി വൃത്തങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ചികിത്സ തുടരുന്നുണ്ട് എങ്കിലും, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിലും ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഒരാഴ്ചയോളം ഇത്തരത്തിൽ ആരോഗ്യസ്ഥിതിയിൽ സങ്കീർണാവസ്ഥ തുടരുമെന്ന സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു. 88-കാരനായ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അനുബന്ധമായ ചില രോഗങ്ങളുള്ളത് കൊണ്ട് വീണ്ടും സങ്കീർണമാവുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് കടുത്ത ന്യൂമോണിയ അദ്ദേഹത്തെ ബാധിക്കുകയും ചെയ്തത്. 2 ശ്വാസകോശത്തിലും കടുത്ത അണുബാധയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, നേരത്തെ നടന്ന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില സങ്കീർണ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിലുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. നിഖിൽ. ശരി ഐസൻ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞതിനാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.